എന്താപ്പം ഉണ്ടായി ചാനൽ നിർത്തിയോന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ചാനൽ നിർത്തിയതൊന്നല്ല, കുറച്ച് തിരക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ വീഡിയോ എടുക്കലും പോസ്റ്റ് ചെയ്യലൊന്നും നടക്കണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തിരക്കും പുതിയ വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ. കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് മുഴുവനായിട്ട് കാണാം. അപ്പം കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് മക്കളൊക്കെ ഭയങ്കര കച്ചറയാണ് കേട്ടോ. എല്ലാ വീട്ടിലും അതിൻ്റെ തിരക്കുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇവിടെ അതിന് യാതൊരു വിധ കുറവില്ല. രാവിലെ തന്നെ എല്ലാവരും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ തല്ലും വെക്കണം പ്രശ്നം പരിഹാരമൊക്കെ നടക്കലുണ്ട്. പിന്നെ ഭയങ്കര ചൂടുമാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടാണ്, ഒന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. മക്കളിതേ പുറത്ത് നല്ല കളിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഇന്ന് സയാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. സയാന് നമ്മളൊരു സർജറി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്, അഡിനോയിഡിൻ്റെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോണത്. പക്ഷേ അല്ലേ, അപ്പോൾ ആ പോകാനുള്ള ഒരു ഫ്ലോ അങ്ങോട്ട് പോയി. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കറണ്ട് അങ്ങോട്ട് പോയി കേട്ടോ. ഫാനൊന്നും ഇല്ലാതെ ഒരു മിനിറ്റ് പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ്. ഇനിയിപ്പോൾ ഇന്ന് ഈ ഭയങ്കര വെയിലത്താണ്, നമ്മളെ ഒറ്റപ്പാലാണ് കേട്ടോ പോകാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് എണ്ണി പെറുക്കിയിട്ട് അതേ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ മക്കൾക്കും ഈ അഡിനോയിഡിൻ്റെ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. ഇവനക്കിത് ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 10 വയസ്സൊക്കെ ആയിട്ടത് ഒന്നുകൂടെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ 2 ദിവസം മുന്നെയാണ് അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞത്. അപ്പോൾ 10 ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചാടി ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് കരുതി അങ്ങനെ നേരെ ഒരു ENT ഡോക്ടറെ കാണിച്ചു. ENT ഡോക്ടർ കുറേ ടെസ്റ്റുകളൊക്കെ എഴുതി തന്നു. അങ്ങനെ എല്ലാം എടുത്തു. ഇനി ഒരു എക്കോ ടെസ്റ്റ് എടുക്കാണ്ട് കേട്ടോ. അതെടുത്തിട്ട് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ ചെറുപ്പശ്ശേരി അടുത്ത് ഏത് കാർഡിയോളജിസ്റ്റാണുള്ളത് എന്ന് അന്വേഷിച്ചപ്പോൾ പെരിന്തൽമണ്ണയും മാങ്ങോടും ഒക്കെ ഉണ്ട്, ഒറ്റപ്പാലമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു മാങ്ങോടാണ് അടുത്ത്, അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് കരുതിയിട്ടോ. പോണ പോക്കിലൊരു ആക്സിഡൻറ്റ് കണ്ടു. കുറച്ച് നേരം അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവർ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അവിടെ പോയിട്ട് നമ്മൾ കാർഡിയോളജിസ്റ്റിനെ തപ്പിയപ്പോൾ ആളില്ല കേട്ടോ. നമ്മൾ വിളിച്ചിട്ടാണ് വന്നത്, പക്ഷെ ആളില്ല. അർഷക്കും നന്നായിട്ട് ദേഷ്യമൊക്കെ വന്നു. അവിടെ നിന്നിട്ട് നമ്മൾ കുറേ ഹോസ്പിറ്റലിൽ വിളിച്ചു കേട്ടോ. അന്ന് ഏതാണ് ഡോക്ടറുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അർഷപ്പാണ് ഇന്ന് ഇതിനായിട്ട് ലീവൊക്കെ എടുത്തിട്ടാണ് നിന്നത്. അങ്ങനെ ഒറ്റപ്പാലാണ് ഉള്ളതെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഒറ്റപ്പാലം പോയി. പോണ പോക്കിൽ ഒറ്റപ്പാലത്തേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. ബോർഡ് കണ്ടിട്ടാണ് കേട്ടോ നമ്മളവിടെ ഇറങ്ങിയത്. പിന്നെ നമ്മൾ ടെസ്റ്റുകളൊക്കെ ഉണ്ടോയെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാ ടെസ്റ്റും എടുത്തു, ഒന്നിനും ഒരു കുഴപ്പമില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു സമാധാനമായിട്ടോ. ഇനി നമുക്ക് സർജറിക്ക് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു റിപ്പോർട്ടൊക്കെ ആയിട്ട് നമുക്കൊരു അനസ്തേഷ്യനെ കാണിക്കണം, അനസ്തേഷ്യയുടെ ഡോക്ടറെ കാണിക്കണം. അത് കഴിഞ്ഞിട്ടാണ് സർജറി. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. ഈ ടെസ്റ്റിനെല്ലാം കൂടെ 2000 സംതിങ് എത്രയാണ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഓക്കെ ആയിട്ട് ഒറ്റപ്പാലത്ത് നിന്ന് തിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2 ഡോക്ടറെയും കൂടെ കാണാണ്ട് കേട്ടോ. അത് പിന്നീട് ഒരു ദിവസമാണ്. അപ്പോൾ നമ്മളീ പോകുന്ന വഴിയും വരുന്ന വഴിയൊക്കെ ഭയങ്കര പ്രകൃതി രമണിയാണ്. പക്ഷെ നമുക്കത് ആസ്വദിക്കാനുള്ളൊരു ഒരു ആ ഒരു ഇതില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഭയങ്കര വെയിലാണ്. വെയിൽ കൊണ്ട് കരിഞ്ഞു എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഹാലിൽ ഇങ്ങനെ പോയിട്ടോ. എവിടെയൊക്കെ വെള്ളം കാണുമോ അവിടെ നിന്നൊക്കെ വാങ്ങി കുടിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ബോട്ടിൽ വെള്ളമൊക്കെ കൊണ്ടുപോകാം. മലയൊക്കെ ഉണ്ടല്ലോ ആകെ ഇങ്ങോട്ട് കരിഞ്ഞിക്കണു. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കണം മലയുടെ മേലേക്ക് കയറി നിന്നാൽ നമ്മളൊരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയപ്പോൾ നമ്മളൊരു കുരങ്ങിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു കുരങ്ങിനെ കാണുന്നത്. പിന്നെ ഞാൻ കരിമ്പ് ജ്യൂസ് വേണമെന്ന് അറിഞ്ഞിട്ട് അവിടെ നിന്ന് നിർത്തി. അങ്ങനെ ഞാൻ എൻ്റെ 2 മക്കളെയും, നമുക്ക് വേറെ 2 മക്കളും കൂടെ ഉണ്ടല്ലോ, അവരെ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് ഈ യാത്രയൊക്കെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് ഉമ്മാൻ്റെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ ഐസു കരയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം പ്രതീക്ഷിക്കാതെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. അതുകൊണ്ട് പിന്നീടുള്ള നമ്മുടെ കാര്യങ്ങളൊന്നും എനിക്കൊരു വ്ളോഗായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം വരാമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഉമ്മ പെട്ടെന്ന് വീണത് കേട്ടോ. അപ്പം വീണപ്പോൾ ഉമ്മാൻ്റെ കാലിനൊരു ചെറിയൊരു പ്രശ്നം പറ്റി, എല്ലൊക്കെ പൊട്ടി. ആളിപ്പോൾ പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുകയാണ്, റെസ്റ്റാണ്. അപ്പോൾ ഉമ്മാനെയും കൂട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഉമ്മ ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ആവുമല്ലോ. അപ്പോൾ മൊത്തത്തിൽ തിരക്കായതുകൊണ്ട് എനിക്കെൻ്റെ ചാനലിലോട്ടൊന്ന് തിരിയാനുള്ളൊരു സമയം കിട്ടുന്നില്ല. ഫുൾ ടൈം നമുക്ക് പണികളും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത്. അപ്പം ഇതൊരു രാവിലെ എടുത്ത വ്ളോഗാണ്. നമുക്കൊരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന്
സെറ്റാക്കാമെന്ന് കരുതിയിട്ട് ഞാനൊരു ചെറുതായിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഉമ്മ വരുമ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഉമ്മക്ക് വയ്യാത്തതുകൊണ്ട് ഹെൽപ്പൊന്നും കിട്ടാറില്ല. അപ്പോൾ എല്ലാം ഞാൻ തന്നെ മാനേജ് ചെയ്യണം. ഭയങ്കര ടാസ്ക്കാണത്. അപ്പോൾ രാവിലെ അങ്ങനെ കടിയൊക്കെ അതിലൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് എന്തായിരുന്നു, ഉരുളൻകിഴങ്ങ് കറിയും അതേപോലെ തന്നെ എന്തായിരുന്നു, നൂൽപുട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് അതൊക്കെ സെറ്റാക്കണ തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ ഹൈസ് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓനെ എടുത്തിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തു. ഇപ്പം അങ്ങനെ കറക്റ്റ് ടൈമൊന്നുമില്ല കേട്ടോ. തോന്നുമ്പോൾ തുടങ്ങും, തോന്നുമ്പോൾ ചെയ്യും, തോന്നുമ്പോൾ കഴിയും, അങ്ങനെയൊക്കെ ഒരു മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ. അതിൻ്റെ ഇടയിൽ ഇതേപോലെ ആരെങ്കിലൊക്കെ വരുമ്പോൾ ഹൈസിനെ ഇങ്ങനെ കൊടുത്ത് വിട്ട് ടാറ്റൊക്കെ കൊടുത്ത് പറഞ്ഞയക്കും ഞാൻ. പിന്നെ ഉമ്മ ഇവിടെ ആയതുകൊണ്ട് ഉമ്മാനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴും അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗും ചാനലൊക്കെ കുറച്ച് ദിവസത്തിനങ്ങോട്ട് മറന്നതാണ്. വീഡിയോ ഇങ്ങനെ ഇടാണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നും നിങ്ങളൊക്കെ എന്നെ മറക്കുമെന്ന്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. എപ്പോഴും ഞാനിങ്ങനെ പറയും ഡെയിലി വീഡിയോ ഇടാമെന്നൊക്കെ, പക്ഷെ നടക്കണില്ല. പിന്നെ എനിക്ക് തോന്നുക ഞാനിങ്ങനെ ആലോചിക്കൂട്ടോ, എന്തപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ ചെയ്യണ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതി സമാധാനിക്കും. പിന്നെ എന്താ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തിടുമ്പോൾ ഒരു സമാധാനം കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ ആദ്യം കഴിക്കാൻ കൊടുക്കുന്നതല്ലേ ഹൈസുവിനാണ്. ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് ഉമ്മ ഇപ്പം അങ്ങനെ നേരത്തെ എണീക്കാറൊന്നുമില്ല. അതേപോലെ തന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങും. മദ്രസൊക്കെ ചിലപ്പോൾ 10 മണിക്കൊക്കെയാണ്. അതുകൊണ്ട് രാവിലെ നേരത്തെ എണീക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മാത്രം എണീറ്റിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യും. അതിൻ്റെ ഇടയിൽ ഇവരും എണീക്കും. അങ്ങനെ ഓനും ഞാനും ഇങ്ങനെ രാവിലെ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആൾക്ക് നൂൽപുട്ടൊക്കെ കഴിക്കാനുള്ളൊരു മൂഡുണ്ട്, അതുകൊണ്ട് തിന്നുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചില ദിവസം തിന്നാറൊന്നുമില്ല. അങ്ങനെ ഓനക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും എണീറ്റിട്ട് വേണം ചായയൊക്കെ കുടിക്കാൻ. അതുവരെ നമ്മൾ വെറുതെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അലക്കാനുള്ളതൊക്കെ സോപ്പ് പൊടിയിൽ ഇട്ട് വെക്കാം. ഒരുപാട് ചളിയുള്ളതും ഒരുപാട് ചളി ഇല്ലാത്തതും കളറ് പോകുന്നതും കളറ് പോകാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ മാറ്റി മറിച്ചും വേറെ തിരിച്ചിട്ട് വേണം ഈ പരിപാടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വെള്ള ഷർട്ടിൽ അന്നൊരു ദിവസം കളർ പിടിച്ചതുപോലെ വീണ്ടും പിടിക്കും എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ പണികളൊക്കെ ചെയ്യണത്. ഇപ്പം ഈ ചെക്കുണ്ടല്ലോ, ഇതിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കളി പഠിഞ്ഞിട്ടുണ്ട്. നല്ലോണം സംസാരിക്കാനൊക്കെ വയ്ക്കും. ഇപ്പം എല്ലാ കാര്യങ്ങളും പറയണതൊക്കെ മനസ്സിലാവും. പക്ഷെ ചില സമയത്ത് നമ്മൾ പറയണതും എനിക്ക് മനസ്സിലായാലും ഓനത് കേൾക്കില്ല. ഇപ്പം എല്ലായിടത്തും പാമ്പൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് പിന്നെ പുറത്തേക്ക് വിടാനും പേടിയാണ് കേട്ടോ. എനിക്കിങ്ങനെ തോന്നും പാമ്പ് ഉണ്ടാവും, അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും എന്നൊക്കെ തോന്നും. എന്തായാലും ആൾക്ക് ഒരു പറങ്കി മാങ്ങയൊക്കെ കിട്ടിയിട്ട് അതോട്ടിങ്ങനെ നടക്കുകയാണ്. ഇതിങ്ങനെ പിടിക്കുമെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല, തിന്നൊന്നുമില്ല. പിന്നെ അത് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഇങ്ങനെ പിടിച്ച് നടക്കുകയാണ്. അങ്ങനെ വീണ്ടും അകത്ത് വന്നിട്ടില്ലേ, ഞാൻ രാവിലെ എനിക്ക് വേണ്ടി മാത്രം ഒരു ഹോർലിക്സ് ഉണ്ടാക്കി കഴിച്ചു. ഗൈസ്, ആരോട് പറയരുത് പ്ലീസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പാൽച്ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് ഉമ്മാക്കുള്ളതാണ്, ഉമ്മ പാൽച്ചായ കുടിക്കുള്ളൂ. പിന്നെ ഞാൻ അതേ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് റെഡിയായപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ കുറേ വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ചിന് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ അത് വല്ല വെണ്ടക്ക ഉപ്പേരിയോ വെണ്ടക്കക്കറിയോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. എന്നിട്ട് ഞാനതൊക്കെ എടുത്ത് കഴുകി സെറ്റാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പിന്നീട് ഞാനത് ആ ഒരു പരിപാടി ക്യാൻസൽ ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് സിലോപ്പിയാണ് കിട്ടിയിട്ടുള്ളത്, അതും ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ചോറ് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് അവിടെ അടച്ചു വെക്കാം, മറക്കാതിരിക്കണം, അല്ലെങ്കിൽ വേവ് അധികമാവും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ മറക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മാൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മാക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോൾ അല്ലേ ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എടുത്ത് കഴിച്ചു. ചിലപ്പോൾ ഞാൻ തിരുമ്പാൻ പോണതിന് മുന്നേ കഴിക്കും, എന്നിട്ട് തിരുമ്പൽ കഴിഞ്ഞ് വന്നിട്ടും കഴിക്കും. എന്തപ്പോൾ കഴിച്ചാൽ നമുക്ക് വിശക്കുമ്പോഴൊക്കെ ഫുഡ് കഴിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഈ കടിയൊക്കെ കുറച്ച് തോനെ ഉണ്ടാക്കി വെക്കണം. വെക്കേഷൻ ആയതുകൊണ്ട് മക്കൾക്ക് 11 മണിക്കും വിശക്കും, 11:30ക്കും വിശക്കും. എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ എല്ലാവരും എണീറ്റ് വന്നിട്ട് ഓരോരുത്തർ ചായയൊക്കെ കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഇസുവിനുള്ള പാലാണ് കേട്ടോ. ഓന് ചായ പൊടി കുറച്ച് കൂടുതലായതുകൊണ്ട് എനിക്ക് ഞാനിപ്പോൾ പാല് ചിലപ്പോൾ എന്തെങ്കിലും ഹോർലിക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കും. ചായപ്പൊടി അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ഇത് ഓനിക്കുള്ളതാണ്. അത് കുറച്ച് മതി, അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇരിക്കൊണ്ട് ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. വലിയ പാത്രങ്ങളൊന്നും കൊണ്ടുപോയി വെക്കണ്ട. പക്ഷേ ഇതിൽ വെള്ളം എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇതിന് ഫംഗ്ഷനിങ്ങിന് ഒരു ചെറിയ പ്രശ്നം വരും, ഞെക്കാൻ ഞെങ്ങൂല. അങ്ങനെ എനിക്ക് ഞാൻ 10 രൂപയുടെ ഹോർലിക്സ് പാക്കറ്റാണ് കേട്ടോ. ഇതിങ്ങനെ ഇവിടെ കൊടുന്ന് വെക്കും. അപ്പോൾ ഓരോ പാക്കറ്റായിട്ട് ഇങ്ങനെ എടുത്ത് കലക്കിയാൽ മതിയല്ലോ. അങ്ങനെ എന്താ പറയുക, അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു.
ചൂട് കാരണം അടുക്കളയിൽ വല്ലാതെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര വേർത്തിങ്ങനെ ഒലിക്കും. അങ്ങനെ ഞാൻ അർഷാക്കോനോട് അടുക്കളയിൽ ഒരു ഫാൻ ഫിറ്റ് ചെയ്ത് തരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ചെയ്യാന്നറിയില്ല. അർഷാക്കാണെങ്കിൽ ഞാൻ ഫാനിൻ്റെ കാര്യം പറയും, എന്നോട് ഇങ്ങോട്ട് എ സിയുടെ കാര്യം പറയും. ഞങ്ങളങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷനാണ് കേട്ടോ. ഫാനും എ സിയും തമ്മിൽ ഭയങ്കര ഡിസ്കഷനാണ്. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങൂല. ചൂട് ചെയ്ത് മഴ പെയ്യോളം ഞങ്ങളൊന്നും വാങ്ങില്ല. എല്ലാ കൊല്ലം അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ഐസുവിന് കുറച്ച് വാട്ടർ മെലോണൊക്കെ കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ഇന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ നേരത്തെ എടുത്തു വെച്ച വെണ്ടക്ക ഉണ്ടല്ലോ, അത് ഫ്രിഡ്ജിൽ തന്നെ എടുത്തു വെച്ചു. എന്നിട്ട് മാങ്ങക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. അതിൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴോ മീൻ ക്ലീൻ ചെയ്തു, മസാലയൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മീൻ ക്ലീൻ ചെയ്യാനില്ലേ, എനിക്ക് ഇപ്പോൾ ഭയങ്കര ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു സ്പീഡായിട്ടുള്ള പോലെ തോന്നി. പക്ഷേ ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു മാങ്ങക്കറി അല്ലെങ്കിൽ ഇവിടെയൊക്കെ മാങ്ങക്കൂട്ടൻ എന്നാണ് പറയുക. ശരിക്കും ഇതിൻ്റെ പേര് മാമ്പഴപ്പുളിശ്ശേരി എന്നാണല്ലോ. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞ് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് മാങ്ങക്കറി ഇതിവിടെ എല്ലാവരും ഉണ്ടാക്കും. പക്ഷെ ഞാനുണ്ടല്ലോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എനിക്കിതിനോട് താല്പര്യമില്ല. പക്ഷേ ഞാനൊരു റെസിപ്പി വീഡിയോ കണ്ടു ഇൻസ്റ്റയിൽ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കട്ടെ എന്ന് കരുതി. അത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഞാൻ ഈ കറിയുടെ ഫാനായി എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഇടയിൽ എൻ്റെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ കേട്ടോ. അപ്പോഴത്തേം പോലെ റേഷനരി ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം എൻ്റെ അമ്മക്ക് റേഷനരി ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നല്ല കുറുവ അരിയാണ് നമ്മുടെ ഇന്നത്തെ ചോറ്. അമ്മ പണ്ട് മുതലേ അങ്ങനത്തെ അരി തിന്ന് ജീവിച്ചത് കൊണ്ട് അമ്മക്ക് അതില്ലാതെ പറ്റില്ല. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ എല്ലാവരും റേഷനരിയാണ്. പിന്നീട് ഞാൻ അതിൻ്റെ ഒരു ഫാനായി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇതേ അടുക്കളയിൽ നിന്ന് ആകെ വിയർത്തൊലിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മൺചട്ടിയിലാണ് നമ്മുടെ ഇന്നത്തെ മാങ്ങക്കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ മാങ്ങ മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലെ മാങ്ങ ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഒരുപാടിട്ട് വേവിക്കണം എന്നൊന്നുമില്ല. നല്ലോണം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ശർക്കര ഇട്ട് കൊടുക്കണം. ഇത് മധുരത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 4 ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ മധുരമുള്ള കറികൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിലേക്ക് തേങ്ങ വേണ്ടായിരുന്നു. അങ്ങനെ തേങ്ങയൊക്കെ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് തൈരും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ മധുരം എരിവും പാടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചിട്ടൊരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വന്നാൽ നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ നെയ്യിൻ്റെ ഒരു മണം ഇതിൽ നന്നായിട്ട് പിടിക്കും. നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഇതൊന്നും കൂടെ കുറുക്കാൻ വേണമെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചെടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് വെള്ളം അധികമായെന്ന് തോന്നി. അത് കഴിഞ്ഞിട്ടില്ലേ, നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യാം. ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇതിങ്ങനെ തിളക്കാൻ തുടങ്ങുമേ. അപ്പോൾ തിളച്ചിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് തിളച്ച് മറിഞ്ഞ് ഇങ്ങോട്ട് അലാക്കാവും. അതിന് നമ്മൾ അനുവദിക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പെട്ടെന്ന് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, പൊട്ടിക്കുക. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക, പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2-3 വറ്റൽമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഒരു പരുവാകുമ്പോൾ നമുക്ക് അതെടുത്ത് ഇതിൽ കൊഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏതാണ്ട് കറി നല്ല കുറുകി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ ആ റെസിപ്പി കണ്ടതിലും ട്രൈ ചെയ്തതിലും ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷിക്കുന്നു. ഇവിടെ ഒരാളല്ലേ തണുപ്പ് കൊള്ളാൻ വന്നതാണ്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാനൊന്നും പറയാറില്ല. പാവല്ലേ, ചൂടായതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ കിടന്നുറങ്ങട്ടെ എന്ന് കരുതി. പക്ഷെ പാമ്പ് വരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുക്കും മൂലയൊക്കെ തരും. പക്ഷെ നമ്മൾ എത്ര നോക്കിയാലും എനിക്ക് അത് വരാനുള്ളത് വരുന്നിങ്ങനെ തോന്നുവേ. പഠിച്ചോ നോക്കട്ടെ അല്ലേ. ഇന്നത്തെ മീനിൻ്റെ ആകെ കൊളായി. അതാണ് ഞാനിങ്ങനെ കുത്തി ക്ലിമ്മിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഒട്ടിപ്പിടിയനായി പോയി, എന്താ അറിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മാങ്ങക്കറിയൊക്കെ ഇതിനെ പോയി എന്നറിയില്ല കേട്ടോ. ഈ ഒരു കുറച്ച് ഗ്രേവി മാത്രം ബാക്കി എല്ലാം തീർത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോണ ഒരു പരിപാടി ഉണ്ട് ഇവിടെ. അത് തീരെ ഇഷ്ടമില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുറച്ച് കട്ടൻ ആർക്കും ഉണ്ടാക്കിയെന്ന് എനിക്ക് ഓർമ്മയില്ല, ആർക്കോ കൊടുക്കാനായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ കട്ടൻ ഉമ്മാക്കുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് കട്ടൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി. ഞങ്ങൾക്ക് പിന്നെ ചായ വേണ്ട, ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിച്ചു. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നല്ല ദാഹമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുകയാണ്. അതുകൊണ്ട് പഞ്ചസാരക്ക് നല്ല ചിലവാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസിൽ നല്ല ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് നല്ല കട്ടിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ പണ്ട് മുതലേ ഈ പൈനാപ്പിൾ ജ്യൂസിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. പണ്ട് എങ്ങോട്ടേലും വിരുന്ന് പോകുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും കടയിൽ നിർത്തിയാലില്ലേ അധികവും പൈനാപ്പിൾ ജ്യൂസാണ് വാങ്ങിത്തരാം. അങ്ങനെ അർഷാക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് പോയിട്ടോ.
അപ്പോൾ കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൊണ്ടുപോകില്ല എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഓൻ ആ കരച്ചിലൊക്കെ നിർത്തി. ഈ ഒരു സ്ലൈഡ് ചെയ്യുന്ന ഡോറ് ഇതിങ്ങനെ അടക്കുക തുറക്കുക ഇതാണ് ഈ മക്കളുടെ ഹോബി. പിന്നെ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ തുറന്നടക്കണ ഒരു സാധനം എന്താ പറയുക, ഫ്രിഡ്ജാണ്. വെറുതെ തുറക്കുക അടക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് അവർ. അത് കഴിഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ചിട്ട്, ജ്യൂസ് ഒരു 3 മണിക്കായിട്ടാണ് നമ്മൾ കുടിച്ചത്. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ചായ കുടിക്കണം എന്നൊരു പൂതി. അങ്ങനെ വീണ്ടും ഞാൻ ചായ ഉണ്ടാക്കി. എത്ര ചായ ഞാൻ ഉണ്ടാക്കണമെന്ന് വെച്ചേക്കറിയില്ല. എന്നിട്ട് അതൊക്കെ നമുക്ക് ചിപ്സും മറ്റേ പൂള ചിപ്സൊക്കെ ആയിരുന്നു കേട്ടോ കടി. അങ്ങനെ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചൊന്ന് ചില്ലാക്കി. പിന്നെ എനിക്കൊന്നും ഉണ്ടാക്കാനുള്ള മൂഡുണ്ടായില്ല കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ അർഷാക്കിൻ്റെ അടുത്ത് നമുക്ക് പുറത്തോട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ആളെ നേരെ ഞങ്ങളെ ചിക്കീസ് കൊണ്ടുപോയി, ചെർപ്പളശ്ശേരിയുള്ള ചിക്കീസ് കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ കുറേ ദിവസമായിട്ട് ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ട് അതുകൊണ്ട് മക്കൾക്കൊക്കെ കാത്തിരുന്ന് പ്രാന്തായിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഭയങ്കര പുലിവായി, കാരണം കുറേ ആയില്ല കഴിച്ചിട്ട്. അപ്പോൾ അതേ കുറച്ച് സമയം കൊണ്ട് നമ്മളൊക്കെ തീർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വയറൊക്കെ നിറഞ്ഞപ്പോൾ ഇസുവിന് ഭയങ്കരമായിട്ടുള്ള സംശയങ്ങളൊക്കെ വന്നു കേട്ടോ. ഉറക്കമൊക്കെ കൊണ്ട് പോയോണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പുറത്ത് പിസ്സ ഷോപ്പ് കണ്ടപ്പോൾ എനിക്ക് ആകെ റിഗ്രറ്റായി. അവിടെ കയറിയാൽ മതിയായിരുന്നു അല്ലേ.